ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫിഷുകളെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ്. ഏകദേശം 9ഓളം വരുന്ന ടബുകളിലും അല്ലാതെയുമായി കുറച്ചധികം അലങ്കാര മത്സ്യങ്ങളെ നമ്മൾ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവയെ ഓരോന്നായി പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഫിഷ് എന്ന് പറയുന്നത് ഫുൾ റെഡ് ഗപ്പികളാണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഫുൾ റെഡ് ഗപ്പികളുടെ പേരൻസ് എല്ലാം ചത്തുപോയിരുന്നു. പേരൻസ് ഡെഡ് ആകുന്നതിന് മുൻപ് കിട്ടിയിട്ടുള്ള കുട്ടികളാണ് ഇക്കാണുന്നതെല്ലാം. ഏകദേശം 3 മാസത്തെ വളർച്ച കൊണ്ട് തന്നെ ശരീരത്തെല്ലാം നല്ല രീതിയിലുള്ള കളറും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇക്കാണുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ പർപ്പിൾ ബെറി ഡ്രാഗണിന്റെ കുട്ടികളാണ്. ഏകദേശം 11 കുട്ടികളെയാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമുക്ക് കിട്ടിയ ഒരു 8ന്റെ പണി എന്ന് പറയുന്നത് കിട്ടിയത് മൊത്തം ഫീമെയിൽ ഗപ്പികളെയാണ്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ നമുക്കൊരു മെയിൽ ഗപ്പിയെ വാങ്ങിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഇവയെ മുഴുവനായി മിക്സഡ് പോണ്ടിലേക്ക് ഇറക്കി വിടേണ്ടി വരും. അടുത്തത് നമ്മുടെ മൂന്നാമത്തെ ഫിഷായ ചില്ലി മൊസൈക്ക് ആണ്. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിലുള്ള കുട്ടികളെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇവയെല്ലാം നമുക്ക് ബ്രീഡ് ഇറങ്ങി കെട്ടിയ കുട്ടികളാണ്. ഇതിൽ ചിലതൊക്കെ നല്ല സൈസിൽ എത്തിയിട്ടുണ്ട്. ചില്ലി മൊസൈക്കിന്റെ വലുതും ചെറുതും സൈസിലുള്ള കുറെ അധികം ഫിഷുകളെയാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമ്മളുടെ നാലാമത്തെ ഫിഷായ മോളി ഫിഷുകളെ കുറിച്ചാണ് പറയാനായി പോകുന്നത്. ഏകദേശം വ്യത്യസ്ത 3 കളറിലുള്ള 3 പെയർ മോളി ഫിഷുകളെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഓറഞ്ച് കളറിലെ മോളി ഫിഷിന്റെ ഫീമെയിൽ ഫിഷ് ഡെഡ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രസവിക്കുന്ന ഇനത്തിൽപ്പെട്ട ഫിഷുകളാണ് മോളി ഫിഷുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ 5ാമത്തെ ഫിഷായ ഗോൾഡ് ഫിഷുകളെ കുറിച്ചാണ് പറയാനായി പോകുന്നത്. ഏകദേശം 2 പെയർ ഗോൾഡ് ഫിഷുകളെ ആയിരുന്നു നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. തീരെ ചെറിയ സൈസിലുള്ള ഗോൾഡ് ഫിഷുകളെ ആയിരുന്നു നമ്മൾ ഷോപ്പിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. മുട്ടയിടുന്ന വർഗത്തിൽപ്പെടുന്ന ഫിഷുകളാണ് ഗോൾഡ് ഫിഷുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അക്വേറിയങ്ങളിലൊക്കെ വളർത്തുന്നവർ ലൈവ് പ്ലാന്റുകളൊക്കെ വച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഗോൾഡ് ഫിഷുകളെ വളർത്തുമ്പോൾ ചെറിയ ബൗളുകളിലൊന്നും വളർത്താതിരിക്കുക. ബൗളുകളിൽ വളർത്തുമ്പോൾ ഓക്സിജൻ വളരെ കുറവായതിനാൽ ഫിഷുകൾ പെട്ടെന്ന് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മളുടെ അടുത്ത ഫിഷ് എന്ന് പറയുന്നത് കുറച്ച് മിക്സഡ് ഗപ്പികളാണ്. വിവിധ വർണ്ണത്തിലുള്ള കുറച്ചധികം മിക്സഡ് ഗപ്പികളാണ് നമ്മുടെ കയ്യിലുള്ളത്. നല്ല വിലക്കുറവിൽ ലഭിക്കുന്നതും അത്യാവശ്യം നല്ല രീതിയിൽ പെറ്റുപെരുകുന്നതുമായിട്ടുള്ള ഫിഷുകളാണ് മിക്സഡ് ഗപ്പികൾ എന്ന് പറയുന്നത്. പല്ലറ്റ് ഫുഡുകളെക്കാൾ ഏറെ ലൈഫ് ഫുഡുകൾ ഇഷ്ടപ്പെടുന്ന ഫിഷുകളാണ് ഗപ്പി ഫിഷുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കാണുന്നത് എന്ന് പറയുന്നത് നമ്മൾ മിക്സഡ് ഗപ്പികളെ വാങ്ങിച്ചപ്പോൾ കൂടെ ഫ്രീ കിട്ടിയ കുറച്ച് കുട്ടികളാണ്. ഇനി നമ്മൾ നമ്മളുടെ അടുത്ത ഫിഷിനെയാണ് പരിചയപ്പെടുത്താനായി പോകുന്നത്. അപ്പോൾ ഇക്കാണുന്നത് എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ടെയിൽ പ്ലാറ്റിനം ഗപ്പിയുടെ മെയിൽ ഫിഷും ചില്ലി റെഡിന്റെ ഫീമെയിൽ ഫിഷുമാണ്. അതേപോലെ തന്നെ ഇവരുടെ പേരെല്ലാം ചത്തുപോയത് കൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെ ഒരുമിച്ചിട്ടിരിക്കുകയാണ്. ഇനി നമ്മളുടെ അടുത്ത ഫിഷായ സീബ്ര ഡാനിയോ ഫിഷുകളാണ്. വിവിധ നിറങ്ങളിലുള്ള കുറച്ചധികം സീബ്ര ഡാനിയോ ഫിഷുകളെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. മുട്ടയിടുന്ന വർഗത്തിൽപ്പെടുന്ന ഫിഷുകളാണ് സീബ്ര ഫിഷുകൾ എന്ന് പറയുന്നത്. ഇടുന്ന മുട്ട ഇവരിൽ നിന്നും വേർതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ മുട്ടയും വിരിഞ്ഞിറങ്ങുന്ന കുട്ടികളെയും എല്ലാം ഇവർ ഭക്ഷണമാക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത നമ്മുടെ ഫിഷുകൾ എന്ന് പറയുന്നത് കളർ വിഡോ ഫിഷുകളാണ്. വിവിധ വർണ്ണത്തിലുള്ള ഇവയെ കാണാൻ തന്നെ അതിമനോഹരമാണ്. വിവിധ വർണ്ണത്തിലുള്ള കളർ വിഡോ ഫിഷുകളെയാണ് നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഇവയും മുട്ടയിടുന്ന ജനുസിൽപ്പെട്ട ഫിഷുകളാണ്. ഇവയുടെ മുട്ടയും ബ്രീഡിംഗ് കേജ് ഉപയോഗിച്ച് ഇവയിൽ നിന്നും വേർതിരിക്കുന്നതാകും നല്ലത്. പ്ലാന്റഡ് അക്വേറിയങ്ങളിലൊക്കെ വളർത്തുമ്പോൾ LED ലൈറ്റ് കൂടി ഫിക്സ് ചെയ്ത് കൊടുത്താൽ ഇവയെ കൂടുതൽ മനോഹരമായി കാണാനായി സാധിക്കും. ഇനി നമ്മളുടെ കയ്യിലുള്ള അടുത്ത ഫിഷ് എന്ന് പറയുന്നത് ഏഞ്ചൽ ഫിഷുകളാണ്. ഏകദേശം 2 പെയർ ഏഞ്ചൽ ഫിഷുകളെ ആയിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആകെ 2 എണ്ണമേ നമ്മുടെ കയ്യിലുള്ളൂ. അതിൽ ഒരെണ്ണത്തിന്റെ ടെയിൽ കുറച്ച് കട്ടായി പോയിട്ടുള്ളതായിട്ട് കാണാനായി സാധിക്കും. കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഫിഷുകളാണ് ഏഞ്ചൽ ഫിഷുകൾ എന്ന് പറയുന്നത്. മുട്ടയിടുന്ന വർഗത്തിൽപ്പെടുന്ന ഫിഷുകളാണ് ഇവ. മുട്ടയെയും മുട്ട വിരിഞ്ഞിറങ്ങുന്ന അവരുടെ കുഞ്ഞുങ്ങളെയും നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഒരു ഫിഷ് കൂടിയാണ് ഏഞ്ചൽ ഫിഷുകൾ. ഏഞ്ചൽ ഫിഷുകൾ അഗ്രസീവ് ആയിട്ടുള്ള ഫിഷുകൾ ആയതുകൊണ്ട് തന്നെ മറ്റു മത്സ്യങ്ങളുടെ കൂട്ടത്തിലിട്ട് വളർത്താതെ ഒറ്റയ്ക്കിട്ട് വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മളുടെ അടുത്ത ഫിഷ് എന്ന് പറയുന്നത് പോളാർ ബ്ലൂ പാരറ്റ് ഫിഷുകളാണ്. കാണുമ്പോൾ തന്നെ കുറച്ച് വ്യത്യസ്തത തോന്നിക്കുന്ന ഫിഷുകളാണ് പോളാർ ബ്ലൂ പാരറ്റ് ഫിഷുകൾ. ഉരുണ്ട ശരീരമാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള ഫിഷുകളാണ് പോളാർ ബ്ലൂ പാരറ്റ് ഫിഷുകൾ. അതുകൊണ്ട് തന്നെ തുടക്കക്കാരായ അക്വേറിസ്റ്റുകൾക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷ് തന്നെയാണ് പോളാർ ബ്ലൂ പാരറ്റ് ഫിഷുകൾ. മുട്ടയിടാനും ഇടുന്ന മുട്ടകളെയും കുഞ്ഞുങ്ങളെയും നല്ല രീതിയിൽ സംരക്ഷിക്കാനുള്ള ഒരു കഴിവ് കൂടി ഇവരിൽ കാണപ്പെടുന്നു. പ്ലാന്റഡ് അക്വേറിയങ്ങളിലൊക്കെ വളർത്തുമ്പോൾ ഒരുപാട് ഹൈഡിംഗ് സ്പേസ് ഒരുക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാർക്കറ്റുകളിലൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് പോളാർ ബ്ലൂ പാരറ്റ് ഫിഷുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ശ്രീലങ്കൻ വൈറ്റ് ഗപ്പികളാണ്. വാങ്ങിച്ചപ്പോൾ ഏകദേശം 3 പെയർ
കയറോളം ഗപ്പികളായിരുന്നു നമ്മുടെ കൈവശം ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളതൊക്കെ ചത്തുപോയതിന് ശേഷം ശേഷിക്കുന്ന 3 എണ്ണത്തെയാണ് നിങ്ങൾ ഇതിൽ കാണുന്നത്. എന്തായാലും നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.